സർവകലാശാലയുടെ ആ പ്രതാപകാലത്തെ തിരിച്ചുപിടിക്കുകയാണ് ഭാരതം ഇപ്പോൾ. ബീഹാറിലെ രാജ്ഗറിൽ നളന്ദ സർവകലാശാലയുടെ പുതിയ ക്യാമ്പസിന്റെ ഉദ്ഘാടനം ബുധനാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു. ഭാരതീയ വിദ്യാഭ്യാസ പൈതൃകത്തിന്റെ പ്രതീകമായ നളന്ദ വെറും ഒരു പേരില്ലെന്നും അതൊരു മന്ത്രവും തനിമയുമാണെന്നാണ് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടത്. പുസ്തകങ്ങൾ അഗ്നിക്കിരയാക്കിയാലും അറിവ് അഗ്നിപോൽ ജ്വലിക്കുമെന്നും അതൊരിക്കലും ഇല്ലാതാക്കാൻ കഴിയില്ലെന്നുമുള്ള ചിന്തയാണ് മോദി നളന്ദയുടെ വീണ്ടെടുപ്പ് വേളയിൽ പങ്കുവച്ചത്. ലോകത്തെ വിദ്യാഭ്യാസത്തിന്റെയും അറിവിന്റെയും കേന്ദ്രമായി ഭാരതത്തെ വീണ്ടും മാറ്റുക എന്നതാണ് പുതിയ നളന്ദയുടെ ദൗത്യം. 2010 നളന്ദ സർവകലാശാല നിയമം വഴി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന് കീഴിലാണ് സർവകലാശാല. 2017 ക്യാമ്പസ് നിർമ്മാണം ആരംഭിച്ചത്. 3 ലക്ഷം പുസ്തകങ്ങൾ ഉള്ളതും 3000-ഓളം പേർക്ക് ഒരേ സമയം ഉപയോഗിക്കാൻ സാധിക്കുന്നതുമായ പുതിയ ഗ്രന്ഥശാലയുടെ നിർമ്മാണം സെപ്റ്റംബറിൽ പൂർത്തിയാകും. അതെ, നളന്ദ പുനർജനിക്കുകയാണ്. വിജ്ഞാനത്തിന്റെ അമൃതപ്രവാഹമായി 10-ാം നൂറ്റാണ്ടിലെ ബോലഗ്ന, 12-ാം നൂറ്റാണ്ടിലെ ഓക്സ്ഫോർഡ്, 13-ാം നൂറ്റാണ്ടിലെ കേംബ്രിഡ്ജ് എന്നിവയ്ക്കെല്ലാം 700 വർഷം മുൻപ് ഇന്ത്യയിൽ നളന്ദ പോലെ ഒരു അന്താരാഷ്ട്ര വിദ്യാഭ്യാസ സ്ഥാപനം നിലനിന്നിരുന്നു എന്നതാണ് അത്ഭുതം. മികച്ച ഭൗതിക സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിരുന്നത്. വിജ്ഞാനത്തിന്റെ കേദാരഭൂമികയാണ് ഇന്നും ഭാരതം. നളന്ദയും തക്ഷശിലയുമെല്ലാം ആ വൈജ്ഞാനിക ഊർജപ്രവാഹത്തിന്റെ സിരാകേന്ദ്രങ്ങളായിരുന്നു. 5-ാം നൂറ്റാണ്ടിൽ ഗുപ്ത സാമ്രാജ്യത്തിന് കീഴിലായിരുന്നു നളന്ദ സർവകലാശാലയുടെ ഉദയം. കുമാരഗുപ്തനായിരുന്നു പണി കഴിപ്പിച്ചത്. ബുദ്ധമത വൈജ്ഞാനിക കേന്ദ്രമായിരുന്ന നളന്ദയിൽ നിന്ന് വിദ്യാഭ്യാസം നേടുന്നതിന് അതിരുകൾ ഒരിക്കലും തടസ്സമായിരുന്നില്ല. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നായി 2000-ഓളം അധ്യാപകരും 10,000-ഓളം വിദ്യാർത്ഥികളും നളന്ദയിൽ നിന്ന് അറിവിന്റെ അമൃത് നുകർന്നു. വേദപഠന രീതിയായിരുന്നു ഇവിടെ പിന്തുടർന്നിരുന്നത്. ബീഹാറിന്റെ തലസ്ഥാനമായ പാട്നയ്ക്ക് 100 മൈൽ തെക്കുകിഴക്കായിട്ടായിരുന്നു നളന്ദ സർവകലാശാല സ്ഥിതി ചെയ്തിരുന്നത്. താളിയോല ഗ്രന്ഥങ്ങൾ അടക്കം ആയിരക്കണക്കിന് പുസ്തകങ്ങൾ ഇവിടെയുണ്ടായിരുന്നു. 9 നില കെട്ടിടത്തിലായിരുന്നു ആ വൈജ്ഞാനിക ശേഖരങ്ങൾ ഉൾക്കൊള്ളുന്ന ഗ്രന്ഥശാല നിലനിന്നത്. 12 വർഷം നീണ്ടുനിന്ന വിദ്യാഭ്യാസം പൂർണ്ണമായും സൗജന്യമായിരുന്നു. 427 മുതൽ 1197 വരെ 800 വർഷക്കാലം നിലനിന്ന നളന്ദയുടെ ഗരിമയെ തല്ലിത്തകർത്തത് 1193 മുഹമ്മദ് ബിൻ ബക്തിയാർ ഖിൽജിയാണ്. അമൂല്യവും അപൂർവവുമായ ഗ്രന്ഥശേഖരം അപ്പാടെ അഗ്നിക്കിരയാക്കി. ചെറുത്തുനിൽപ്പും വിഫലമായി. പിന്നീട് 100 വർഷത്തോളം നളന്ദ നിലനിന്നെങ്കിലും പഴയ ഖ്യാതി ഓർമ്മ മാത്രമായി.